happening only on Club FM. Ton കണക്കിന് fun. ആദ്യം ഫോൺ, പിന്നെ CCTV, ഇടയ്ക്കൊരു കമ്പിപ്പാര, ദേ ഇപ്പൊ കത്തുകളും. അല്ല, നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ഒരവസ്ഥ പറഞ്ഞതാണേ. മൊബൈലും ക്യാമറയും ടെലിഗ്രാമും കഴിഞ്ഞപ്പോ മുഖ്യനെ വിറപ്പിക്കുന്നത് സോളാർ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യന്റെ ഒപ്പോടുകൂടിയ ലെറ്ററുകളാണ്. അതേ അവസ്ഥയിലാണ് മിസ്റ്റർ സീതാറാം യെച്ചൂരിയും. ഒബാമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ആരോ കക്ഷിയുടെ ഒപ്പോടുകൂടി ഒരു കത്തങ്ങ് അയച്ചു. അതിന്റെ പേരിലാണിപ്പോ യെച്ചൂരി സാറ് വിവാദത്തിലായിരിക്കുന്നത്. എന്നാൽ ഈ കത്തുകളെ പറ്റി രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെയാണ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല എന്നാണ്. അല്ലേലും ചിലപ്പോ ചില കത്തുകൾ കുടുംബത്തിലെ ലോ ആൻഡ് ഓർഡർ തകർക്കാറുണ്ട്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ ഇല്ല, ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. It happens only in India is happening on Club FM. Ton കണക്കിന് fun. It happens only in India. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ടോയ്ലറ്റിൽ പോകുന്നത് ഇന്ത്യയിൽ ഒരു കുറ്റമാണോ? അല്ലല്ലോ. ഇനി ഡ്യൂട്ടി സമയത്ത് ടോയ്ലറ്റിൽ പോകുന്നത് തെറ്റാണോ? അതും അല്ല. പക്ഷേ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന ആ സമയം ഡ്യൂട്ടിയിൽ പെടില്ല എന്നൊരു നിയമം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിലാണ് ഇങ്ങനൊരു വിചിത്ര നിയമം പറഞ്ഞ് ഡ്യൂട്ടിക്കിടയിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകും വഴി ഉണ്ടായ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ട ജവാന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അത് ഓൺലി ഹാപ്പൻസ് ഇൻ ഇന്ത്യ, റൈറ്റ്? പക്ഷേ ഈ നിയമത്തിനെതിരെ ചീത്തവിളികളും പ്രതിഷേധവും ഒക്കെ വന്നപ്പോ ആർമിക്കാര് ഈ നിയമം സൈഡിലോട്ട് മാറ്റിവെച്ചു. ജവാന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു. അതോടെ എന്തായി? ടോയ്ലറ്റിൽ പോകുന്ന സമയവും സൈനികർ ഡ്യൂട്ടിയിൽ തന്നെയാണെന്നുള്ള മട്ടിലായി നിയമം. എന്ന് വെച്ച് മൈ ഡിയർ സോൾജിയേഴ്സ്, ദേ ഗോപാലകൃഷ്ണനെ പോലെ ഏത് നേരവും ടോയ്ലറ്റിൽ കയറിയിരിക്കരുത് കേട്ടോ. ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളിപ്പിടിച്ചിരുന്നു പോത്തായ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം. കൊളുത്തില്ലെന്ന്. It happens only in India. It happens only in India. ഭാര്യയുടെ മരണാനന്തര ചടങ്ങുകളും ചെയ്ത് വീട്ടിൽ ദുഃഖിച്ചിരിക്കുന്ന ഭർത്താവിന് പെട്ടെന്നൊരു ഫോൺ വന്നു. ഫോണിന്റെ അങ്ങേ തലയ്ക്കൽ ആ കക്ഷിയുടെ മരിച്ചുപോയ ഭാര്യയായിരുന്നു. ആദ്യം പുള്ളിക്കാരന് ഇതുപോലെ അലറാൻ തോന്നിക്കാണും. പക്ഷെ പിന്നെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോ അലറാനല്ല തോന്നിയത്, ഭാര്യയുടെ കരണത്ത് ഒന്ന് അലക്കാനാണ്. മരിച്ചെന്ന് കരുതിയ ഭാര്യ ആക്ച്വലി മരിച്ചിട്ടില്ല, ജീവനോടെ തന്റെ കാമുകന്റെ കൂടെ ഉണ്ട് എന്നാണ് ഭാര്യ പറഞ്ഞത്. ഇത് കേട്ടാൽ ഏത് ഭർത്താവും ആരാകും? ശശി, പാലാരിവട്ടം ശശി. എക്സാക്ട്ലി. ഇറ്റ് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ തമിഴ്നാടു. ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. കൂടെയുള്ളത് യോർ ആർജെ പൂജ ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. It happens only in India. Right now it's time for a കുട്ടി replay. കഴിഞ്ഞ ആഴ്ച അങ്ങ് ചാലിയത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയ ചേട്ടന്മാർക്ക് മീൻ പിടിക്കുന്നതിനിടെ റെഫ്രിജറേറ്റർ, ഫുട്ബോളുകൾ, ഹെഡ്ഫോൺ സെറ്റുകൾ, മദ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ എന്നീ സാധന ജംഗമ വസ്തുക്കൾ കിട്ടി. നമ്മുടെ 2 MP ചില വമ്പൻ കോമഡികൾ കാച്ചി. 5 രൂപയുണ്ടെങ്കിൽ ഡൽഹിയിലും 12 രൂപയുണ്ടെങ്കിൽ അങ്ങ് മുംബൈയിലും ഒരു നേരം വയറ് നിറച്ച് ഫുഡ് കഴിക്കാമെന്ന്. ഹരിയാനയിലെ കർഷകരോട് ഹരിയാന സർക്കാർ കാണിച്ചത്. കാലവർഷത്തിൽ കൃഷി നശിച്ച കർഷകരുടെ നഷ്ടപരിഹാരം എത്രയെന്നറിയോ? 2 രൂപ. ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന ആ സമയം ഡ്യൂട്ടിയിൽ പെടില്ല എന്നൊരു നിയമം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഇന്ത്യൻ ആർമിയിലാണ് ഇങ്ങനൊരു വിചിത്ര നിയമം പറഞ്ഞ് ഡ്യൂട്ടിക്കിടയിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകും വഴി ഉണ്ടായ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ട ജവാന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല എന്ന് പറഞ്ഞത്.
അപ്പൊ അതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക് സന്ധിக்கலாம். ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് ക്ലബ് FM, ടൺ കണക്കിന് ഫൺ. Until then, this is Pooja signing off. स्वस्थ रहिए, व्यस्त रहिए और मस्त रहिए. ഒപ്പം मुझे ईमेल करिए. അതിനായിട്ടുള്ള ഇമെയിൽ ID ഇതാണ്, ithappens@clubfm.co.in.